താൻ മേടിച്ചോണ്ട് വന്ന ഞങ്ങളുടെ കമ്പിളിയാ ഞങ്ങൾക്ക് വേണ്ടത്. ചായയോ? നിങ്ങൾ എന്തായി പറയുന്നേ? നിനക്ക് എന്ത് വേണോ എടുത്തോ, എന്റെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ. അങ്ങേരെ എന്ത് വേണമെങ്കിലും എടുത്തോന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് കമ്പിളി തരാം. അയ്യോ രക്ഷിക്കണേ! എടാ, എന്തിനാ എന്റെ കട അലങ്കോലപ്പെടുത്തുന്നേ? The person you trying to call currently busy. The number you are dialed is not reachable. ഓഹോ, ഒരു നമ്പറും കിട്ടുന്നില്ല. ഹലോ കിറ്റി, നീ എങ്ങോട്ടെങ്കിലും പോവാണോ? അല്ലല്ല, എല്ലാ ലഗേജും പാക്ക് ചെയ്ത് ഇവിടെ വെയില് കൊള്ളാം. നീ എന്തിനാ റോഡിൽ നിൽക്കുന്നേ? നമുക്ക് വരാന്തയിൽ ഇരുന്നുകൊണ്ട് വിശ്രമിക്കാലോ. ഹണി പ്ലീസ്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നിരിക്കാം. എന്തു പറ്റി? എനിക്ക് ഷൂട്ടിങ്ങിന് മൗറീഷ്യസിൽ പോണം. 2 മണിക്കൂറിൽ എന്റെ ഫ്ലൈറ്റാ. ടാക്സി ആണെങ്കിൽ ബുക്ക് ആവുന്നില്ല. ഇന്ന് ടാക്സി ഡ്രൈവേഴ്സിന്റെ ഹർത്താലാണ്. ഞങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരണം. എന്ത്? എനിക്കിന്ന് മൗറീഷ്യസിൽ പോയേ പറ്റൂ. കന്നാസാറും ഇല്ല. ഞാനിപ്പോ എന്ത് ചെയ്യും? ആഹാ, കാട്ട്കർ മേഡത്തിന്റെ കാർ. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ പ്ലീസ്. 1 മണിക്കാ എന്റെ ഫ്ലൈറ്റ്. ഓക്കേ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. എടാ കഴുതേ, മൗറീഷ്യസ് വരെ എങ്ങനെയാ കാറിൽ പോകുന്നേ? എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമാ പറഞ്ഞേ. ആ ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ബനി, എയർപോർട്ടിലേക്കാ പോകേണ്ടത്, മുകളിലേക്കല്ല. എനി ഡൗട്ട്? ഒന്നും പറ്റില്ല, എന്റെ ഡ്രൈവിംഗ് സേഫാ. പണ്ട് പറയാറുണ്ട് സുഹൃത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കൂന്ന്. പക്ഷെ ബന്നി അത് സത്യമാക്കുന്നു തോന്നുന്നു. നോ വറീസ് കിട്ടി, ഇവിടെ എല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഇതെന്ത് പ്രശ്നോ? വരൂ, പോയി നോക്കിട്ട് വരാം. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റു, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റു. സാർ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഞങ്ങൾ ആവശ്യം നിറവേറ്റാനായി 1 മണിക്കൂർ സ്ട്രൈക്ക് ചെയ്തോണ്ടിരിക്കുക. ഒരു വണ്ടി മുന്നോട്ട് പോകുക. 5 മിനിറ്റിന് ശേഷം സ്ട്രൈക്ക് തുടങ്ങൂ. എന്നാലേ നിങ്ങൾ ഈ നടത്തുന്ന സ്ട്രൈക്ക് വിജയിക്കത്തുള്ളൂ. ഏയ്, എന്നെ കണ്ടാ മണ്ടനാന്നേ പറയൂ, പക്ഷെ അങ്ങനല്ല. ഞങ്ങള് മുഹൂർത്തം നോക്കിയാ ഈ സ്ട്രൈക്ക് തുടങ്ങിയത്. ചെല്ല്. നിങ്ങൾ എന്താ ഇങ്ങനെ? എനിക്ക് കുതിര സവാരി ഒന്നും ചെയ്യാൻ അറിയില്ല. കുതിര സവാരി പോലും അറിയില്ലെന്നോ? ഞാൻ പറഞ്ഞതല്ലേ, അങ്ങനെ ഉറപ്പായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് നവാബാണെന്ന്. അയ്യോ, കഴിഞ്ഞു, ഡീലിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ. നീന്താൻ പോലും അറിയില്ല, നോക്കിക്കേ. ആരെങ്കിലും വന്ന് രക്ഷിക്കാൻ, എനിക്ക് നീന്താൻ അറിയില്ല. നവാബ് സാർ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എഴുന്നേക്ക് നവാബ് സാർ, നിങ്ങളുടെ ബോധം പോയോ? അതെ,
അദ്ദേഹം മയങ്ങി വീണു. പിന്നെ നീ എന്താ മയങ്ങി കിടക്കുന്ന നവാബിന്റെ അടുത്ത് ഉറുദു സംസാരിച്ചോണ്ടിരിക്കുക? ഉറുദു. പോപ്പട്ട് മര്യാദ വേണം, മര്യാദ. ഇവിടെ എന്ത് മര്യാദക്ക്? നവാബിന്റെ അടുത്താണ് മര്യാദക്ക് നടക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ഇപ്പൊ കാണുന്ന നിലയിലില്ലല്ലോ. കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഐസ്ക്രീം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഹണി, നീ എന്താ ചെയ്യുന്നേ? നിക്ക് ഹണി, അത് എല്ലാവരുടെയും ഐസ്ക്രീം അല്ലേ? ഈ ഐസ്ക്രീം എല്ലാവർക്കും കൂടെ വീതം വെച്ചാ ആർക്കും ഒന്ന് തൊട്ട് നോക്കാൻ പോലും കിട്ടില്ല. നിൽക്ക്, ഐസ്ക്രീം അലിഞ്ഞു പോകും. എനി ഡൗട്ട്? അതൊന്നും കുഴപ്പമില്ല, ഞാൻ മിൽക്ക് ഷേക്ക് പോലെ അങ്ങ് കുടിച്ചോളാം. ഇല്ല, എന്റെ ഐസ്ക്രീം കൈവിട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ തുടങ്ങി വെക്കാം. ഇവനെ തറയിൽ ഇളക്കി വിട്. ഒരു പക്ഷെ പോപ്പറ്റ് മരമായി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അവനെ നിയന്ത്രിക്കും? ഞാൻ സത്യം ചെയ്ത് പറയണേ, ഞാൻ പുറത്ത് വന്ന ഹാനിയെ ഞാൻ കൊന്നുകളയും. ഹണി, പോപ്പറ്റ് എല്ലാവരുടെയും മുകളിലിരിക്കട്ടെ. ഓക്കെ, റെഡിയാണോ സർദാർ? ബണി വാ. ഹണി വാ. എല്ലാം നല്ല രീതിയിൽ പോകുന്നില്ലേ? അതെ മാഡം, ഞങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കുന്നു. മിടുക്കന്മാർ, എന്റെ പിള്ളേരല്ലെങ്കിൽ നല്ലവരാ. ഇതാ ഐസ്ക്രീം കഴിക്കൂ. അല്ല, എന്തിനാ കള്ളം പറഞ്ഞത്? മേഡത്തിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ. മേഡത്തിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കോമ്പറ്റീഷനിലും ജയിക്കണം. ഐസ്ക്രീം കഴിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങ്. 2 ദിവസം കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഉള്ളതാ. ജോർദാർ, ഇതാ ഐസ്ക്രീം കഴിക്കേ. വരൂ.
ചേട്ടാ വേഗം വന്ന് ഞങ്ങളുടെ കാറിന് പഞ്ചർ ഇട്ടതാ. എന്നെ കണ്ടിട്ട് പഞ്ചറിടുന്ന ആളെ പോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? അതെ, അതിനല്ലേ പഞ്ചർ കടയും തുറന്നിങ്ങനെ ഇരിക്കുന്നത്. എടോ ഞാൻ തന്നെ പഞ്ചറായിരിക്കാം. നിങ്ങളും പഞ്ചറായിരുന്നോ? എവിടെ? എടോ മണ്ട, ഞാനല്ല, എന്റെ കാറാ പഞ്ചറായിരിക്കുന്നത്. പഞ്ചറിടുന്നവൻ ലസ്സി കഴിക്കാൻ പോയിരിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞേ വരൂ. 1 മണിക്കൂർ പഞ്ചറിടാൻ എടുക്കും. ഓ ദൈവമേ, എന്റെ 2 മണിക്കൂർ വേസ്റ്റ് ആവും. ഐഡിയ. നിങ്ങൾ 2 മണിക്കൂർ നേരം ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളുടെ 2 ടയർ അഴിച്ച് ഞങ്ങൾക്ക് താ. അപ്പൊ ഞങ്ങളുടെ കാറിൽ 4 ടയർ ആകും. പഞ്ചറായ 4 ടയർ നിങ്ങൾ പഞ്ചർ ഒട്ടിച്ചു വെക്കി. ഓ അതൊന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. യാതൊരു പരിചയമില്ലാത്ത ആളുകളാ നിങ്ങള്. പരിചയപ്പെടുന്നത് ചെയ്താലേ മനസ്സിലാകൂ. ഹായ്, എന്റെ പേരാണ് പോപ്പറ്റ്. പിന്നെ എന്റെ പേര് സുഖ്വന്ത് സിംഗ്. ഇപ്പൊ പരിചയമായി. ബണ്ണി, ടയർ അഴിച്ചെടുക്ക്. വേണ്ടാന്നേ. ചേട്ടാ ഒന്ന് മനസ്സിലാക്ക്, എന്റെ ഫ്രണ്ടിന്റെ ഫ്ലൈറ്റ് മിസ്സാവും. നിങ്ങൾക്ക് അവളുടെ അനുഗ്രഹം കിട്ടും. പിന്നെ ഈ കാറ് SUV ആയി മാറും. എന്നിട്ട് അത് സ്പോർട്സ് കാറായി മാറും. എടാ കൊച്ചനെ, നീ എനിക്ക് നല്ല സ്വപ്നം കാണിക്കുന്നു. ചേട്ടാ ഒന്ന് സഹായിക്കേട്ടാ, എന്റെ സുഹൃത്ത് ഇപ്പൊ കഷ്ടത്തിലാവുള്ളത്. അനുഗ്രഹം മേടിച്ചോളൂ. മരുന്ന് സഹായിച്ചില്ലെങ്കിലും അനുഗ്രഹം സഹായിക്കും. എനി ഡൗട്ട്? ശരിയാ മുത്തേ, സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ടയർ എടുത്തോണ്ട് പോയിക്കോ. സാറേ, റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻ കിട്ടണം. ഞാൻ ഫൈൻ കെട്ടാം, പക്ഷേ എന്റെ അങ്കിൾ ആരാന്ന് എനിക്ക് അറിയില്ല. അറിയില്ലെന്നാണോ പറഞ്ഞേ? നിങ്ങളുടെ അങ്കിൾ ആരാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ലേ? എനിക്കറിയാം. ആ ട്രാഫിക് പോലീസിനെ ഒന്നും അറിയാത്ത. ബണ്ണി, ഫ്ലൈറ്റിന് സമയമാവുന്നു. വേഗം എന്തെങ്കിലും ചെയ്യ്. ടെൻഷൻ ആവണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഹണി, ഇയാളുടെ അങ്കിൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാ. പക്ഷെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇയാൾ ഒരു ചെലാനും കെട്ടാൻ പോകുന്നില്ല. അതെന്താ? ഇത് നോക്ക്, ഈ പോലീസ് അങ്കിൾ നേരുള്ള ആളാ. ഇവര് ഫൈൻ കെട്ടിയില്ലെങ്കിൽ ഇവരുടെ കാറിനെ സീസ് ചെയ്ത് കളയും. എന്നിട്ട് ലൈസൻസ് മേടിച്ച് കോർട്ടിലേക്ക് പോകേണ്ടി വരും. അങ്കിൾ ഫേമസ് ആയത് കാരണം ന്യൂസിലും വരും. അതിനുശേഷം അങ്കിളുടെ പേര് ചീത്തയാവും. എന്നിട്ട് ഇയാളുടെ കയ്യിലുള്ള കാർ അങ്കിൾ എടുക്കും. അത് കഴിഞ്ഞാൽ ഇയാൾ ഓട്ടോറിക്ഷയിൽ വേണം ചുറ്റാൻ. പിന്നെ ചലാൻ എന്തിനു കെട്ടണം? അങ്കിൾ പോട്ടെ, വിട്ടേക്കൂ. ഫൈൻ തന്നാ പോകാൻ അനുവദിക്കാം. നിങ്ങൾ എന്തിനാ സാർ ഇങ്ങനെ ചാണ്ടി പിടിക്കുന്നേ? ഇദ്ദേഹത്തിന്റെ അങ്കിൾ ആരാണെന്ന് അറിയോ? അങ്കിളിനെ എന്തിനാ വെറുതെ നടുക്ക് കൊണ്ടുവരുന്നത്? ഞാൻ ചെല്ലാൻ കെട്ടിക്കോളാം. അല്ല, ഇത് എവിടെ പോയി? ആദ്യം ഇത് പറ, നമ്മളിത് എന്താ അന്വേഷിച്ചോണ്ടിരിക്കുന്നേ? എന്ന് വെച്ചാ എന്താ കളഞ്ഞു പോയത് അറിയാതെയാണോ നീ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? ആ, എടോ, തണുപ്പ് കാലം വരാ. അതുകൊണ്ട് ഞങ്ങള് ബ്ലാങ്കറ്റ്സ് കമ്പിളി അന്വേഷിച്ചോണ്ടിരിക്ക. ഓക്കേ. എന്തിനാ ഒച്ച വെക്കുന്നേ? അത് നിന്റെ പുറകെ വീഴുന്നിരിക്കുന്നത്. എടോ, പിറകെ എന്റെ വാലുണ്ട്. എല്ലാവരുടെയും പുറകിൽ വാല് തന്നെയാ ഉള്ളത്. ഇതിലിങ്ങനെ കരയാൻ മാത്രം എന്തിരിക്കുന്നു? എടോ, ആ ബാഗിന്റെ വാലിന്റെ ഭർത്താവാണ്. ചേട്ടാ, കമ്പിളി വേണം. ശരി, എന്നാ സിഗ്നലിലേക്ക് ചെല്ല്. പണക്കാരന്മാർ അവിടെയാണ് കമ്പിളി കൊടുക്കുന്നത്. ഹലോ, ഞങ്ങളെ കണ്ടിട്ട് പാവങ്ങളായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചോദിക്കണ്ട, അങ്ങനെ അതേന്ന് പറഞ്ഞാലോ? നമ്മുടെ പടകിൽ ദൂരം ഉള്ളപ്പോ കടലിന്റെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചേട്ടാ, ഞങ്ങൾ ഒരു 4 കമ്പനി ഡ്രൈ ക്ലീനിങ്ങിന് തന്നിരുന്നു. അതൊന്ന് തരുവോ? ശരി ശരി, തരാം. ആദ്യം സ്ലിപ്പ് കാണിക്ക്. ഇതാ. സാരല്ലല്ലോ, നിനക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. അല്ല, ഞാനൊരു കഴുതയാ. അതെ, അങ്ങനെ തന്നെ തോന്നുന്നേ. നിങ്ങൾക്കൊരു സ്ലിപ്പ് ഞാൻ തന്നില്ലേ, അത് കൊണ്ടുവാ. അത് കളഞ്ഞു പോയി. ശരി, ഡ്രൈ ക്ലീനിന് എപ്പോഴാ തന്നത്? ഇപ്പൊ തന്നെയാ, കഴിഞ്ഞ വർഷം. ശരി ശരി ശരി. എന്താ
എന്നെ കണ്ടിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? 5 വർഷത്തെ കണക്ക് വെച്ചോളാം. ചേട്ടാ പ്ലീസ് ഒന്ന് അന്വേഷിക്കൂ, കിട്ടും. അതെ, അന്വേഷിച്ച ദൈവത്തിന് പോലും കണ്ടുപിടിക്കാം. എനി ഡൗട്ട്? എടോ മിണ്ടാതിരിക്കേ, സമയമില്ല. അല്ല ഹണി ബണി പോപ്പട്ട് സോർദാർ നിങ്ങൾ എപ്പോഴാ എത്തിയേ? അല്ല മിക്സി ശരിയാക്കുന്ന ആൾ എവിടെ പോയി? മമ്മി വന്നത് ഞങ്ങള് തന്നെയാ. നിങ്ങൾക്ക് മിക്സി ശരിയാക്കാൻ അറിയോ? ഇല്ല. അപ്പോ മിക്സി ശരിയാക്കാൻ എന്തിനാ വന്നേ? ഞങ്ങള് കമ്പിളി വാങ്ങിച്ചോണ്ട് പോകാൻ വന്നതോ. അതെ, കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോ കമ്പിളി മറന്നു വെച്ചു. ഒരു ബാഗിനകത്ത് ഇട്ട് വെച്ചതാ. ആ 4 കമ്പിളി ഉണ്ടായിരുന്നു അല്ലേ? ചുവന്നത്, മഞ്ഞ, പച്ച, പിന്നെ നീല കളർ. എല്ലാം ഒരു സഞ്ചിയിൽ. അതിന് പകരാ ഇത് കിട്ടിയത്. മുത്തശ്ശി, നിങ്ങൾക്ക് മാജിക് അറിയോ? കമ്പിളി പാത്രമാക്കി മാറ്റിയിരിക്കുകയാണോ? ഇല്ല മോനെ, ആ കമ്പിളി കൊടുത്ത് പാത്രക്കാരന്റെ കയ്യിൽ നിന്ന് ഈ പാത്രം വാങ്ങി. എന്ത്? അപ്പൊ നിങ്ങളെ ഞങ്ങളുടെ കമ്പളി വിറ്റോ? അയ്യോ വിറ്റതല്ല മോനെ, എക്സ്ചേഞ്ച് ചെയ്തതല്ലേ. 2 ദിവസം മുമ്പാ എല്ലാ പഴയ തുണികളും കൊടുത്തത്. പഴയ സാധനങ്ങൾ വാങ്ങുന്ന മഹേഷിന്. ഹണി ബണ്ണി പോപ്പട്ട് ചോർദാർ. നോക്കൂ, എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. അമ്മയ്ക്ക് അസുഖമാണെന്ന്. മാഡം വിഷമിക്കണ്ട, മമ്മിക്ക് പെട്ടെന്ന് ശരിയാകും. എന്റെ വിഷമം അതുകൊണ്ടല്ല, അമ്മയുടെ അസുഖം മാറുമെന്ന് എനിക്കറിയാം. അതെയോ? മമ്മി സുഖാവുന്നതിനെ പറ്റിയാണോ നിങ്ങൾ പേടിക്കുന്നത്? അല്ല, എനിക്ക് ഡയമണ്ട് ഡെലിവറി ചെയ്യാൻ പോകണം. പക്ഷെ സുഖമില്ലാത്ത മമ്മി ഡയമണ്ട്സ് കൊണ്ട് എന്ത് ചെയ്യാനാ? ഓഹോ, എനിക്ക് കച്ചോറിയിൽ ഡയമണ്ട് ഡെലിവറി ചെയ്യണമെന്ന്. പക്ഷെ കച്ചവടിക്കകത്ത് പരിപ്പല്ലേ ഉണ്ടാവുക? ഹണി, കച്ചോറി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാ. നല്ല സ്വാദുള്ള പേര്. പക്ഷെ നിങ്ങളുടെ മമ്മി കച്ചവടി നഗരത്തിൽ എന്താ ചെയ്യുന്നത്? അയ്യോ, അവിടെ മമ്മിയല്ല, അവിടെ നവാബ് സാറാ ഉള്ളത്. ഇപ്പൊ സുഖമില്ലാത്തത് നവാബ് സാറിനാണോ മമ്മിക്കാണോ? വായി അടയ്ക്കുന്നുണ്ടോ കഴുതകളെ? മമ്മിക്ക് ഇവിടെ സുഖമില്ല, പിന്നെ ഡയമണ്ട് ഡെലിവറി ചെയ്യാൻ മാഡം നവാബ് സാറിന്റെ അടുത്ത് പോകണം. താങ്ക് യു പോപ്പട്ട്. നിങ്ങൾക്ക് എങ്ങനെയാ ഒരേ സമയത്ത് 2 സ്ഥലത്ത് പോകാൻ പറ്റുക? അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വിഷമിക്കുന്നത്. സിമ്പിളാ മാഡം, ഡയമണ്ട് ഡെലിവറി ചെയ്യാൻ വേറെ ആരെങ്കിലും അയക്കൂ. ഇല്ല, ആ നവാബ് സാറിന് നല്ല രീതികളെ ഇഷ്ടപ്പെടൂ. ആരെങ്കിലും ഇടയിൽ കയറി പ്രശ്നമുണ്ടാക്കിയാ ആ ഡീൽ തന്നെ ചിലപ്പോൾ ക്യാൻസൽ ആയേക്കാം. നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ? അയ്യോ വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കില്ല. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞങ്ങള് നാടകം പഠിച്ചു കൊണ്ടുപോവാം. ആദ്യം പെരുമാറ്റം എന്ന് പറയാൻ പഠിക്കേ. പെരുമാറ്റം. ഹണി ദ ഗ്രേറ്റിന് ചാലഞ്ചോ? 24 മണിക്കൂർ കൊണ്ട് ഞാനത് പഠിച്ചെടുക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പഠിപ്പിച്ചു തരും. ഇങ്ങോട്ട് വന്നേ. ചുറ്റിക്കറങ്ങി വാക്കുകൾ ബക്കറ്റിനകത്തിട്ടോണ്ടിരുന്നാൽ മാത്രം ശരിയാവത്തില്ല. നിൽക്കുന്നതും ഇരിക്കുന്നതും സൂക്ഷിക്കണം, കഴിക്കുന്ന വിധം സൂക്ഷിക്കണം, എന്നിട്ട് വസ്ത്രങ്ങളും സൂക്ഷിക്കണം. മനസ്സിലായോ? നിങ്ങളൊക്കെ എന്തിനാ അതിപ്പോ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ? ആക്ച്വലി ഞങ്ങൾ നവാബ് സാറിനെ കാണാൻ പോകണം. അപ്പൊ കണ്ട ഉടനെ അദ്ദേഹത്തിനോട് നമസ്കാരം പറയണം. എന്താ ശരിയല്ലേ? അതാ ചേടാ, നിങ്ങൾക്കൊരു നല്ല ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഞാൻ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചോണ്ടിരിക്കുക, നീ എന്റെ കഴുത്ത് പിടിച്ച് അമുക്കുക. നിങ്ങളല്ലേ പറഞ്ഞത് കണ്ട ഉടനെ നമസ്കാരം അറിയിക്കാൻ? എന്റെ നമസ്കാരം ഇങ്ങനെയാണ്. ഇങ്ങോട്ടേക്ക് വാ. അഴുകിപ്പോയ ഗ്രേപ്സും തലതിരിഞ്ഞ കൊരങ്ങനെയും നമസ്കാരം ഉരുതൂല്. നമ്മൾ എങ്ങനെ നമസ്കാരം പറയോ അതുപോലെ തന്നെ പറയണം. നിങ്ങൾ തടിയനല്ല, കിഴങ്ങനല്ല, ശാലു അല്ല, സത്യം പറഞ്ഞ നിങ്ങൾ ബാലു അല്ല. അപ്പൊ ഞാൻ വവ്വാലിനെ പോലെ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ കാരുണ്യമുള്ളവനാ, മനുഷ്യത്വമുള്ളവനാ. നവാബ് സാറിന്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ഞങ്ങൾക്ക് നവാബ് സാറിനെ കാണണം മാനേജർ. ചെല്ലേ, ചെന്ന് നവാബ് സാറെ വരാൻ പറ. ഞാൻ ഉടനെ തന്നെ വിളിക്കാം. ഞാനാ നവാബ്, നവാബ് ഓഫ് കച്ചോരി. നിങ്ങൾക്ക് താടിയില്ല, തൊപ്പിയില്ല, നവാബിനെ പോലുള്ള വേഷവും ധരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് നവാബാവാൻ പറ്റുന്നേ? നോക്കിയേ, ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാ പഠിച്ചത്. ഞാനൊരു മോഡേൺ നവാബാ, മോഡേൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ നമസ്കാരം. നമസ്കാരം 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 നവാബ് സാറേ. ഓ നമസ്കാരം നമസ്കാരം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മിസ് കർക്കട്ടിന്റെ അടുത്ത് നിന്ന് വജ്രം കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങേർക്ക് ഉറുദു അറിയില്ലല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് നവാബാണെന്നാ തോന്നുന്നേ. ഒന്നും മിണ്ടാതിരിക്കടാ. അവൻ എന്താ ഉദ്ദേശം വെച്ചാലേ, നിങ്ങൾ ഓർഡർ ചെയ്ത ഡയമണ്ട്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
വാവ്, ഡയമണ്ട്സ്, വാവ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൗജന്യവും കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തോളൂ. വാവ്, ഈ കിളി കൊള്ളാലോ. ഞാനിതിനെ തങ്കക്കൂട്ടിനകത്താ ഇടാൻ പോകുന്നത്. സമ്മാന കിളിയല്ല, സമ്മാനാണ്. ബന്നി അവരടുത്ത് കൊടുക്ക്.